നമസ്കാരം. മാസം തോറും അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി ഒഴുകിയെത്തിയ എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ചുറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDയുടെ കുരുക്ക് മുറുകുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച് വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇന്നലെ തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിന് സമീപമുള്ള HDFC ബാങ്കിലെ വീണയുടെ പേരിലുള്ള ബാങ്ക് ലോക്കർ ED ഉദ്യോഗസ്ഥർ അതീവ സുരക്ഷയോടെ അരിച്ചു പെറുക്കി പരിശോധിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ പരിശോധനയിൽ ലോക്കറിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല എന്ന വാർത്ത പുറത്തു വന്നതോടെ പിണറായി വിജയൻ വലിയ ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. പാർട്ടി അണികളും സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷത്തിലാണ്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കേസ് അന്വേഷണത്തിൽ ബാങ്ക് ലോക്കർ പരിശോധിക്കുക എന്നത് EDയുടെ കൃത്യമായ ഒരു നടപടിക്രമം മാത്രമാണ്. ലോക്കറിൽ എന്തെങ്കിലും കണ്ടെത്തിയെന്ന് ED ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. മറിച്ച് കോടികളുടെ അഴിമതി പണത്തിന്റെ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ എവിടെയൊക്കെയാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള EDയുടെ വലിയൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു ഈ പരിശോധന എന്ന് വേണം കരുതാൻ. ഈ കേസിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. CMRL കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ എക്സാലോജിക് എന്ന IT കമ്പനിയിലേക്ക് യാതൊരുവിധ സേവനവും നൽകാതെ 2.78 കോടി രൂപയാണ് ഒഴുകിയെത്തിയത്. കഴിഞ്ഞ ദിവസം ED ഓഫീസിൽ നടന്ന 8 മണിക്കൂറിലധികം നീണ്ട കടുത്ത ചോദ്യം ചെയ്യലിൽ ഈ പണമിടപാടുകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. സോഫ്റ്റ്വെയർ സേവനത്തിനുള്ള പ്രതിഫലമായാണ് പണം ലഭിച്ചതെന്ന കാര്യത്തിൽ തൃപ്തികരമായ ഒരു തെളിവോ രേഖയോ EDക്ക് മുന്നിൽ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞില്ല. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തിയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനി വഴി 50 ലക്ഷം രൂപ ലോണായി വീണയ്ക്ക് നൽകിയതും അത് സമയത്തിന് തിരിച്ചടയ്ക്കാതിരുന്നിട്ടും വീണ്ടും ആനുകൂല്യങ്ങൾ നൽകിയതുമെല്ലാം ED കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ 242 അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപയാണ് ED ഇതുവരെ മരവിപ്പിച്ചിട്ടുള്ളത്. അതിൽ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനു ശേഷമാണ് ലോക്കറിലേക്ക് ED നീങ്ങുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIU നടത്തിയ അതീവ ഗൗരവമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ഈ കേസിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപയുടെ വ്യാജ ചെലവുകളാണ് CMRL കമ്പനി രേഖകളിൽ ചേർത്തിട്ടുള്ളത്. ഈ കോടിക്കണക്കിന് രൂപ എങ്ങോട്ടാണ് പോയത്? രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ മക്കൾക്കും കൈക്കൂലിയായും കള്ളപ്പണമായും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചതെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫല ഗുണഭോക്താവാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. ഒരു സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ വാങ്ങിക്കൂട്ടിയിട്ടിപ്പോൾ ED ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, രേഖകൾ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിച്ചാൽ PMLA നിയമപ്രകാരം EDയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ലോക്കറിൽ ഇന്നലെ തങ്കക്കെട്ടികളോ സ്വർണ്ണപ്പണമോ ഇല്ലായിരുന്നു എന്ന് കരുതി ഈ കേസ് അവസാനിക്കുന്നുമില്ല. മറിച്ച് കള്ളപ്പണം എങ്ങോട്ടൊക്കെ റൂട്ട് ചെയ്തു എന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ED ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. തന്റെ ഔദ്യോഗിക വസതിയായിരുന്ന ക്ലിഫ് ഹൗസിൽ മകൾക്കൊപ്പം താമസിച്ച് അധികാരത്തിന്റെ തണലിൽ വൻകിട കമ്പനികളെ ഭീഷണിപ്പെടുത്തി മാസപ്പടി വാങ്ങിയ അഴിമതിയുടെ മുഖംമൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായും അഴിഞ്ഞു വീഴുന്നത്. ലോക്കർ പരിശോധന കഴിഞ്ഞ സ്ഥിതിക്ക് പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും മൊഴികളും വെച്ച് വീണ വിജയനെ വരും ദിവസങ്ങളിൽ ED വീണ്ടും കൊച്ചിയിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. അവിടെ കൃത്യമായ തെളിവുകൾ നിരത്തി മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ വിജയന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ ജനങ്ങളെ കൊള്ളയടിച്ച് കോടികൾ പോക്കറ്റിലിട്ടവർക്ക് നിയമത്തിന് മുന്നിൽ ഒളിച്ചോടാൻ സാധിക്കില്ല. അവർക്ക് കാണണമെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ എത്ര തന്നെ ധൈര്യം നടിച്ചാലും പിണറായി വിജയനും മകൾ വീണ വിജയനും ഈ കോടികളുടെ മാസപ്പടി കേസിൽ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും നാണം കെട്ട് കഴിഞ്ഞു. EDയുടെ കൃത്യമായ ഈ അന്വേഷണ നടപടികൾ വഴി കേരളം കണ്ട ഏറ്റവും വലിയ VIP അഴിമതിയുടെ സത്യാവസ്ഥ പുറത്തുവരട്ടെ.